ഇപ്പോൾ റജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. റജി ലൂക്കോസ്, അതായത് പ്രതിപക്ഷ നേതാവായി താങ്കൾ തുടരൂ, രണ്ടാം പിണറായി സർക്കാർ വരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി താങ്കൾ തുടരൂ എന്ന് രമേശ് ചെന്നിത്തലയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ്, എം എൽ എമാരുടെ പിന്തുണ ഉറപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റി കെട്ടിയിറക്കുന്നത് വി ഡി സതീശനെ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചെന്നിത്തല ഇറങ്ങിപ്പോയത് രാഷ്ട്രീയ കേരളത്തിന് ഓർമ്മയുണ്ട്. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോഴിതാ ഒരു ബ്യൂട്ടിഫുൾ എന്താണ്, ഒരു മധുരപ്രതികാരം എന്ന തലത്തിലേക്ക് ചെന്നിത്തലയ്ക്ക് അവസരങ്ങൾ വീണ് കിട്ടിയിരിക്കുന്നു. സതീശൻ ഇവിടെ ആടി ഉലയുകയാണ്. ശശി തരൂർ ഭീഷണിയേക്കാൾ സമഗ്രവും സമ്പന്നവുമായാണ് ചെന്നിത്തല വി ഡി സതീശൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഭീഷണിയാകുന്നത്. വീണ്ടും റജി ലൂക്കോസ്. അവർക്ക് കിട്ടിയ 22 MLA-മാരിൽ 20 MLA-മാരും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരായിരുന്നു. എന്നാൽ കെ സി വേണുഗോപാലിന്റെയും ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി കെട്ടിയിറക്കപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് പറയുന്ന നമ്മുടെ വി ഡി സതീശൻ. അന്നു മുതലേ കോൺഗ്രസിൽ വലിയൊരു തീ അഗ്നിപർവ്വതം പോലെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെയല്ല, വി ഡി സതീശന്റെ ഏകാധിപത്യത്തിനും താൻ പോരിമയ്ക്കും എതിരെ കോൺഗ്രസിൽ ഒരു 2-3 വർഷക്കാലത്തേക്ക് നിശബ്ദരായിരുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരനും ഇദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അകൽച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ ചർച്ചയായിരുന്നു. പക്ഷേ വി ഡി സതീശൻ കുറെ ചെറുപ്പക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ മൂലക്കിരുത്തി, പ്രത്യേകിച്ച് കെ സുധാകരൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഇവരെ പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ ഒരു തേരോട്ടം തന്നെ നടത്തുമായിരുന്നു വി ഡി സതീശൻ. ഇപ്പോഴിതാ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. ഒരു പരിധിവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ട പ്രതിപക്ഷ സ്ഥാനം ഒരു തരത്തിൽ പോലും അംഗീകരിക്കാത്ത രീതിയിൽ അപമാനിച്ചുകൊണ്ട് പുറത്താക്കിയതിനുള്ള പ്രതികാരമാണ് രമേശ് ചെന്നിത്തല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം വി ഡി സതീശനുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആടും ആനയും നമ്മളുടെ വി ഡി സതീശന്റെ അഹങ്കാരം, അഹംഭാവം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനവും NSSന്റെ ഭാഗത്തു നിന്ന് വി ഡി സതീശനെതിരെ ഏതാണ്ട് വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാണപ്പെടുന്ന ചിത്രങ്ങളാണ്. എന്താണ് NSSന്റെ നിലപാട്? താൻ ഒരിക്കലും സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങിയില്ല എന്നും പറഞ്ഞ് ഗീർവാൺ അടിച്ച വി ഡി സതീശൻ അതേസമയം കഴിഞ്ഞ തവണ ജയിക്കാൻ വേണ്ടിയിട്ട് NSSന്റെ സുകുമാരൻ നായരുമായിട്ട് കാറിലിരുന്ന് പെരുന്നയിൽ കാറിനകത്ത് കയറിയിരുന്ന് 1.5 മണിക്കൂർ സംസാരിച്ച് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസ് തമ്മിലടിച്ച് ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒരു കാരണവശാലും പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള വാക്കുകളാണ്. വേറെ രസകരമായ സംഭവമുണ്ട്. ഇന്നിപ്പോ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുതിർന്ന ഒരാളായ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ താവളത്തിൽ നിന്ന് പുറത്തു ചാടി കെ സി വേണുഗോപാലാണ് നാളെ എമർജ് ചെയ്യാനുള്ള നേതാവ് എന്നുള്ള ധാരണയിൽ കെ സി വേണുഗോപാലിന്റെയും ഈ വി ഡി ഇപ്പോൾ അദ്ദേഹം പ്ലേറ്റ് മാറ്റി. ഇപ്പോൾ അദ്ദേഹം തിരിഞ്ഞു കുത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാടുകൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് ഈ വി ഡി സതീശൻ ആൻഡ് കമ്പനിയെ പുറന്തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും മോശമായ രീതിയിൽ ഈ ഗവൺമെന്റ് കൊണ്ടിരുന്ന അത്യാധുനിക പുരോഗമനപരമായിട്ടുള്ള വികസന പദ്ധതികളെ എതിർക്കുകയും, പ്രത്യേകിച്ച് കേരളയിൽ പോലെ അതുപോലെ വയനാട് ദുരന്തം എതിർക്കുകയും ഇത് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ വി ഡി സതീശന്റെ കനത്ത പ്രതികരണമാണ് ഈ നേതാക്കന്മാരുടെ മുമ്പിൽ ണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പ് രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കല്ല. രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിൽ ഇപ്പോൾ തനിക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന ബഹുമാനപ്പെട്ട വി ഡി സതീശനെതിരെ കെ സി വേണുഗോപാൽ പോലും തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവെന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള സൗഹൃദമൊക്കെ വെച്ചു നോക്കുമ്പോൾ അത് വി ഡി സതീശന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള മോഹത്തിലൂടെ തകർച്ച നേരിട്ടിരിക്കുന്നുള്ള ഒരു വസ്തുതയ കാര്യം. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ഇനി എന്താ പറയാ കട്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകില്ല ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കൊണ്ടുവന്ന പുരോഗമനപരമായ
ജനങ്ങളുടെ സുരക്ഷയും ഷെയർ പദ്ധതി ഉൾപ്പെടെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ കേരളത്തിൽ കാണിച്ചിരിക്കുന്ന ലോകത്തിനോട് തന്നെ താരതമ്യപ്പെടുത്താവുന്ന വികസന പ്രവർത്തനങ്ങൾ. തീർച്ചയായും റജി ലൂക്കോസാണ് പ്രതികരണം നൽകിയത്.